കേട്ടിട്ടുണ്ട്. ഈ വെള്ളാരം കല്ലുള്ള കല്ല് പോലത്തെ കണ്ണുള്ളത് കാരണം ഇവർക്ക് അധികം ആളുകളെ കിട്ടുന്നില്ല കല്യാണത്തിന്. ക്രിസ്ത്യൻ ആണ് താനും കേട്ടോ. അത് കഴിഞ്ഞ് അവരെ കല്യാണം കഴിക്കാൻ വന്ന അങ്കിളില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മെക്സിക്കൻ ആൾക്കാരൊക്കെ ഇല്ലേ ഇങ്ങനെ റെഡിഷായിട്ട് അങ്ങനത്തെ ഒരാൾ, അത് പാടത്തും പറമ്പത്തും ഒക്കെ പണിയൊക്കെ എടുത്തിട്ട് വെളുത്ത ആൾ അങ്ങനെ ആയതായിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുന്നത് കണ്ണിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വരകളായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഫോറിൻ ലുക്കുള്ള ആൾ. അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളുടെ അച്ഛൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ അച്ഛനൊക്കെ ചിലപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നിരിക്കണമല്ലോ. അവിടെ കണ്ടിട്ട് തോന്നുന്നതാണ്, അറിയില്ല. കാരണം അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും ഈ പൂച്ചക്കണ്ണൊക്കെ? അതൊരു ഓറിയൻ്റൽ ജനിതക ഘടനയല്ലേ, അങ്ങോട്ടുള്ളവർക്കല്ലേ അത് അധികം ഉണ്ടാവുക. വെസ്റ്റിലോട്ട് പോകുന്നവർക്ക് വെസ്റ്റേൺ നമ്മുടെ ഇവിടുത്തെ ഇതിലുണ്ടാവില്ല അല്ലേ? അല്ല, ഓറിയൻ്റൽ ഘടന പറയുന്നത് നമ്മുടെയാണ്. സോറി, മാറിപ്പോയി. വെസ്റ്റേൺ ഇതുള്ളവർക്കല്ലേ അത് പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തുകാർക്ക് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അധികവും നമ്മൾ ദ്രവീഡിയൻസ് ആണ്, ഡാർക്ക് സ്കിൻഡ് ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രീരാമനും ആ കളറാണ്, നീല കളറിലല്ലേ വരച്ചു വച്ചേക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ശ്രീകൃഷ്ണനെ വരയ്ക്കുമ്പോൾ നീല കളർ. ആ നീല ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ വർണ്ണം, നീലക്കാർ വർണ്ണൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജനിതകമായിട്ട് നമുക്ക് കിട്ടിയതായിരിക്കും നമ്മുടെ ഈ മൂക്കൊക്കെ. എൻ്റെ ചിലപ്പോൾ പഴയ കാലത്ത് ആരുടെയെങ്കിലും ആയിരിക്കും എൻ്റെ മൂക്ക്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ പോലെ തന്നെ ഇരിക്കണം എന്നില്ല അല്ലേ. നമ്മുടെ പഴയ ജനിതക ഘടനകൾ അവിടെ ഇവിടെയൊക്കെ മാർക്കായിട്ടുണ്ടാകും. അപ്പോൾ ആ കണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. അയ്യോ ശരിയാണല്ലോ. അങ്ങനെയുള്ള നമ്മൾ 3 തലമുറ മുമ്പുള്ളവരുടെ പേര് പോലും അറിയില്ല. അപ്പം 3 തലമുറകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ പേര് മാഞ്ഞു പോയില്ലേ? അവർക്ക് ഓർമ്മയുണ്ടാവുമോ? ഇനിയിപ്പോൾ ഉണ്ടാവുമോ? എന്താ യൂട്യൂബ് വന്നത് കൊള്ളുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇതാണോ മാധ്യമം? അറിയില്ല. അന്ന് പിന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാനും പോലും ഇല്ലല്ലോ കാര്യങ്ങളല്ലേ. അപ്പോൾ പഴയതിനോട് നമ്മൾ ഭയങ്കര ഭ്രമം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 3 വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ 3 തലമുറ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഒരു തലമുറയ്ക്ക് പോലും 2 തലമുറകൾ കഴിഞ്ഞും ഒക്കെ ഉള്ള 4-5 തലമുറകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വത്തുണ്ടാക്കി വെക്കുന്നത്? ഈ പോയിന്റ് പറയാൻ വേണ്ടി